സന്താനങ്ങൾ നന്നാവാനും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാനും സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവാനും വേണ്ടിയിട്ട് ഷഷ്ടി വ്രതം എടുക്കും. അത് കറുത്തപക്ഷം കറുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്ന ഷഷ്ടിയാണ് നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്നത്. ഷഷ്ടി ദിവസമാണെങ്കിൽ ചിട്ടകൾ കൂടുതലാണ്. ഇപ്പോൾ ആരും അങ്ങനെയൊന്നും പറ്റില്ല മുന്നോട്ട് പോകാൻ. ഷഷ്ടി ദിവസം തലേ ദിവസം നമ്മൾ ഇത് അത്താഴം കഴിക്കാൻ പാടില്ല. പിറ്റേ ദിവസം കാലത്ത് കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശനം നടത്തിയ ശേഷം അവിടെ നിന്ന് കിട്ടുന്ന പടച്ചോറെന്ന് പറയും, ആ ചോറ് ഉപ്പില്ലാതെ തൈരോ പച്ചമുളകോ കഴിക്കണം. ഒരു നേരെ കഴിക്കാവും. രാത്രി നമുക്ക് ഭഗവാന് പ്രാർത്ഥിച്ച ശേഷം പാലോ പഴങ്ങളോ ഒക്കെ കഴിക്കാം. പക്ഷേ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വളരെ ശ്രദ്ധയായിരിക്കണം. സാമ്പാറൊന്നും കൂട്ടി കഴിച്ചുകൂടാ. അപ്പോൾ ഷഷ്ടിക്ക് അങ്ങനെ വളരെ ചിട്ട. പഴയ കാലത്ത് നിലത്തിട്ട് കഴിക്കാമെന്നൊക്കെ പറയും, ഇപ്പോൾ അത് പറ്റില്ലല്ലോ. അപ്പോൾ ഷഷ്ടിക്ക് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ആ ഷഷ്ടിക്ക് നമുക്ക് ഫലങ്ങൾ കിട്ടും. 36 ഷഷ്ടി, 12 ഷഷ്ടി, അങ്ങനെ ഓരോ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഷഷ്ടി എടുക്കുക. ഷഷ്ടിവ്രതം ആരംഭിക്കുന്നത് തുലാമാസത്തിലെ ഷഷ്ടി സ്കന്ധ ഷഷ്ടി തുടങ്ങിയാണ് സാധാരണയായിട്ടും. തുലാമാസത്തിലാണ് സാധാരണ വ്രതങ്ങൾ ആരംഭിക്കാൻ നല്ലത്. കാരണം തൊട്ടടുത്ത് വരെ വൃശ്ചിക മാസമാണ്. ശനിയാഴ്ച ഒരിക്കലും നമുക്ക് എപ്പോൾ എടുത്തു കുഴപ്പമില്ല. അതുപോലെ സന്താനങ്ങൾ ഉണ്ടാവാനും സന്താനങ്ങൾക്ക് നന്നാവാൻ വേണ്ടിയിട്ട് വ്യാഴാഴ്ച വ്രതം എടുക്കുന്നവരുണ്ട്. വ്യാഴാഴ്ച ഒന്നും കഴിക്കാതെ ഭഗവാനെ നാരായണ മന്ത്രം ജപിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഭഗവാന് നേടിച്ച പ്രസാദം കഴിച്ച് അങ്ങനെ പാരന് വിടുന്നുണ്ട്. അത് വ്യാഴാഴ്ച. പിറ്റേ ദിവസം ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്രതവും പൂർത്തിയാവുന്നുള്ളൂ.